Question. Let A equal to A pi 1 by 49, where A is a real number. Then A is invertible for all A. A എപ്പോഴാണ് ഇൻവെർട്ടിബിൾ ആണെന്നാണ് ക്വസ്റ്റ്യൻ. എ ഇൻവെർട്ടിബിൾ ആണെന്ന് എപ്പോഴാണ്? ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. എ ഇസ് ഇൻവെർട്ടിബിൾ ഇംപ്ലൈസ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കാമല്ലോ. എ ഇൻറ്റു 1 by 49 മൈനസ് പൈ സ്ക്വയർ. എ ഇൻറ്റു 1 by 49. എ ബൈ 49 മൈനസ് പൈ സ്ക്വയർ നോട്ട് ഈക്വൽ ടു 0. അതായത് എ ബൈ 49 നോട്ട് ഈക്വൽ ടു പൈ സ്ക്വയർ. ആർ എച്ച് എസ് എന്താ? പൈ സ്ക്വയർ ഒരു ഇറാഷണൽ നമ്പറാണ്. ആർ എച്ച് എസ് ഒരു ഇറാഷണൽ നമ്പറാണ്. എ ബൈ 49 നോട്ട് ഈക്വൽ ടു ഇറാഷണൽ നമ്പറാണ്. അതായത് എ എന്ത് വരാം? എ ഏത് റാഷണൽ നമ്പറെങ്കിലും എടുത്താൽ പോരെ. അതായത് ആർ എച്ച് എസ് ഈസ് ഇറാഷണൽ, എ ക്യാൻ ബി എനി റാഷണൽ നമ്പർ. സോ ഇറ്റ് ഈസ് ഇൻവെർട്ടിബിൾ ഫോർ എനി റാഷണൽ എ. അതായത് ഓപ്ഷൻ ഡി. Then next one. Let A be a 10 by 10 matrix in which each row has exactly one entry equal to 1, the remaining 9 entries of the row being 0. Which of the following is or are possible values for the determinant of the matrix A? A എന്ന് പറയുന്ന ഒരു 10 by 10 മെട്രിക്സ് ആണ്. ഈച്ച് റോ, ഓരോ റോയിലും എക്സാക്ട്ലി 1 എൻട്രി, ഒരു എൻട്രി മാത്രം 1 ആണ്, ബാക്കി 9 എൻട്രീസ് എന്താണ്? 0 ആണ്. ദെൻ ഡിറ്റർമിനന്റ് പോസിബിലിറ്റീസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി 1 ആക്കി, ബാക്കിയെല്ലാം 0 ആക്കി. സെക്കൻഡ് റോയിലെ സെക്കൻഡ് എൻട്രി 1 ആക്കി, ബാക്കിയെല്ലാം സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എൻട്രി 1 ആക്കി, ബാക്കിയെല്ലാം 0 ആക്കി. അങ്ങനെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് പോലെ എഴുതാമല്ലോ. അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് ഇതൊരു പോസിബിലിറ്റി. അടുത്തതോ, ഈ ഓഫ് ഡയഗണലിൽ മാത്രം 1 വരുത്തി എഴുതത്തില്ലേ? എ ഈക്വൽ ടു 0 0 എക്സെട്ര 1. ഓഫ് ഡയഗണലിൽ മാത്രം 1 വരും. അപ്പോൾ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്താ? ഇങ്ങനെ വരുമ്പോൾ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് -1 ആണ്. ദെൻ നെക്സ്റ്റ് എങ്ങനെ എഴുതാം? എല്ലാ റോയിലും 1 0 0 0 അങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുമ്പോഴോ ഡിറ്റർമിനന്റ് 0 ആകും അല്ലേ? ഇത് എലിമെന്ററി ഓപ്പറേഷൻ നടത്തി ഫസ്റ്റ് റോ 1 0 0 ബാക്കി എല്ലാ റോസും 0 ആക്കാം. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ 0 കിട്ടും. പിന്നെ വേറെ പോസിബിലിറ്റി ഉണ്ടോ? വേറെ ഫസ്റ്റ് റോ 1 0 0, അത് കഴിഞ്ഞിട്ട് ഈ 1 തേർഡ് എ 2 3 അങ്ങനെയൊക്കെ എഴുതാം. അങ്ങനെ എഴുതിയാലും ഡിറ്റർമിനന്റ് എന്ത് വരും? 0 വരും. അപ്പോൾ പോസിബിലിറ്റി എന്ന് പറയുന്നത് 1 -1 0 ആണ്. ഓപ്ഷൻ എ സി ഡി. നെക്സ്റ്റ് വൺ. ലെറ്റ് M be a 3 by 3 non-zero idempotent matrix and let I3 denote 3 by 3 identity matrix. Then which of the statement is true? I3 minus M is idempotent. Rank of I3 minus M equal to trace of I3 minus M. I3 minus M all inverse equal to I3 minus 2M. Trace of M plus trace of I3 minus M equal to 3. M ഒരു 3 by 3 ഐഡംപൊട്ടന്റ് മെട്രിക്സ് ആണ്. ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ M² ഈക്വൽ ടു M ആണ്. ദെൻ ഇതിൽ ഏതൊക്കെയാണ് ട്രൂ? I3 മൈനസ് M ഈസ് ഐഡംപൊട്ടന്റ്. ഇത് ഐഡംപൊട്ടന്റ് ആണോ എന്ന് എങ്ങനെ ചെയ്യും? I3 മൈനസ് M ഓൾ സ്ക്വയർ ഈക്വൽ ടു I3 മൈനസ് M ആണോ എന്ന് നോക്കിയാൽ മതി. I3 മൈനസ് M സ്ക്വയർ ഈക്വൽ ടു I3 മൈനസ് M ഇൻറ്റു I3 മൈനസ് M. I3 മൈനസ് 2M പ്ലസ് M സ്ക്വയർ. M ഐഡംപൊട്ടന്റ് ആണ്. M ഐഡംപൊട്ടന്റ് എന്ന് പറഞ്ഞാൽ M² ഈക്വൽ ടു M ആണ്. അപ്പോൾ I3 മൈനസ് 2M പ്ലസ് M, ദാറ്റ് ഈസ് I3 മൈനസ് M. I3 മൈനസ് M ഓൾ സ്ക്വയർ ഈക്വൽ ടു I3 മൈനസ് M. അതായത് എന്താ? I3 മൈനസ് M ഐഡംപൊട്ടന്റ് ആണ്. ഐഡംപൊട്ടന്റ് ആണെങ്കിൽ റാങ്കും ട്രേസും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ബിയും ഓട്ടോമാറ്റിക്കലി ട്രൂ ആവും. അടുത്തത് I3 മൈനസ് M ഓൾ ഇൻവേഴ്സ് equal to I3 minus 2M.
ഇതിൻ്റെ ഇൻവേഴ്സ് ഇതാണെന്ന് പറയണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? I3 ഇല്ലെങ്കിൽ I നമുക്ക് ഡിനോട്ട് ചെയ്യാം. I3 മൈനസ് എം ഇൻറ്റു I3 മൈനസ് 2m എന്താവണം? ഐഡൻറ്റിറ്റി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ I മൈനസ് എം ഇൻറ്റു I മൈനസ് 2m ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ I മൈനസ് 3m കിട്ടും. I മൈനസ് 3m നോട്ട് ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആണ്. അതുകൊണ്ട് ഓപ്ഷൻ സി റോങ് ആണ്. Then trace of m plus trace of I minus m. Trace of I minus m. Trace of a minus b എന്ന് പറഞ്ഞാൽ trace of a minus trace of b ആണ്. അപ്പോൾ trace of m plus trace of I minus trace of m. Trace of m രണ്ടും ക്യാൻസൽ ആയി പോകും. I എന്ന് പറയുന്നത് എന്താ? I എന്ന് പറയുന്നത് 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ trace of I എന്ന് പറയുന്നത് 1 1 1 1 plus 1 plus 1 3 ആണ് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡിയും ട്രൂ ആണ്. അതായത് ഓപ്ഷൻ എ ബി ഡി. Then next one. Let A equal to 1 I 1 be a matrix. Then which of the following is true? A star equal to A inverse, A star equal to A star A star equal to A square equal to I. A തന്നിട്ടുണ്ട്. അപ്പോൾ A star എന്ന് പറഞ്ഞാൽ A കോഞ്ചുഗേറ്റിൻ്റെ ട്രാൻസ്പോസ് ആണ്. കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ഇത് മൈനസ് ഐ വരും, ഇവിടെ മൈനസ് ഐ വരും. 1 മൈനസ് ഐ 1 അതിൻ്റെ ട്രാൻസ്പോസ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കി എഴുതി, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കി എഴുതി. അപ്പോൾ എ സ്റ്റാർ ഈക്വൽ ടു, ഇനി എ ഇൻവേഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എ ഇൻവേഴ്സ് എന്താ? അഡ്ജോയിൻ്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ്. ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 മൈനസ് ഐ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. 1 മൈനസ് -1 പ്ലസ് 1 2. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ 2 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു, ഇനി അഡ്ജോയിൻ്റ് എ 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് എ എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ് തിരിച്ചിടുക, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് സൈൻ മാറ്റി ഇടുക. അപ്പോൾ എങ്ങനെ വരും? 1 1 -i. എ സ്റ്റാർ ഈക്വൽ ടു എ ഇൻവേഴ്സ് എന്ന് കിട്ടുമോ? ഇല്ല, ഒരു 1/2 ഉണ്ടല്ലേ. എ സ്റ്റാർ ഈക്വൽ ടു 1 മൈനസ് 1 I മൈനസ് ഐ 1 എന്നായിരുന്നു. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇതെന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. then അടുത്തത് എ സ്റ്റാർ ഈക്വൽ ടു എ സ്റ്റാർ എ സ്റ്റാർ മൾട്ടിപ്ലൈ ചെയ്യാലോ. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. 1 ഇൻറ്റു 1 പ്ലസ് ഐ ഇൻറ്റു ഐ ഐ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 -1ഉം ഇവിടെ ഒരു മൈനസും ഉണ്ട്. അപ്പോൾ പ്ലസ് ഐ 2002. എ സ്റ്റാർ എ ചെക്ക് ചെയ്യുക, അപ്പോൾ അതും 2002 കിട്ടും. അതായത് എ സ്റ്റാർ ഐ ഈക്വൽ ടു എ സ്റ്റാർ ഐ. ഓപ്ഷൻ ബി ട്രൂ ആണ്. എ സ്റ്റാർ ഈക്വൽ ടു എ ആണോ? എ സ്റ്റാർ നമുക്ക് കിട്ടി 1 മൈനസ് ഐ 1. എ സ്റ്റാർ നോട്ട് ഈക്വൽ ടു എ. ഓപ്ഷൻ സി റോങ് ആണ്. then എ സ്ക്വയർ ഈക്വൽ ടു ഐ. എ സ്ക്വയർ ചെക്ക് ചെയ്ത് നോക്കുക. എ ഇൻറ്റു എ ഈക്വൽ ടു 0 2i 0 നോട്ട് ഈക്വൽ ടു ഐ. അതായത് ഓപ്ഷൻ ബി മാത്രം. then next one. If t from Cn to Cn and 1 is the only eigenvalue of t, then which of the following statement is correct? T raised to k not equal to I for every k belongs to n. T minus I raised to n minus 1 equal to 0. T minus I raised to n equal to 0. T minus I raised to n plus 1 equal to 0. T എന്ന് പറയുന്നത് സി എന്നിൽ നിന്ന് സി എന്നിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ്. 1 is the only eigenvalue of t. eigenvalue 1 മാത്രമേ ഉള്ളൂ. 1 is the only eigenvalue of t. then t raised to k not equal to I ആണോ? അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. t equal to 1 0 0 1 കൺസിഡർ ചെയ്യുക. അപ്പം ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഇല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഇല്ലെങ്കിൽ ഡയഗണൽ മെട്രിക്സ് അല്ലേ. ഡയഗണൽ മെട്രിക്സിൻ്റെ eigen values എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗണൽ എലമെന്റ്സ് ആണ്. അപ്പോൾ 1 മാത്രമാണ് ഇതിൻ്റെ അകത്ത് eigen വാല്യൂ ഉള്ളൂ. അപ്പോൾ t raised to k 1 എടുത്തു കഴിഞ്ഞാൽ t raised to 1 നോട്ട് ഈക്വൽ ടു ഐ ആണോ? അല്ല, t raised to 1 ഈക്വൽ ടു ഐ തന്നെ കിട്ടും അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്.
ദെൻ അടുത്തത് t മൈനസ് ഐ റേസ് ടു n മൈനസ് 1. t മൈനസ് ഐ കൺസിഡർ ചെയ്യണം. അപ്പോൾ t എന്ന് പറയുന്നത് 1 2 0 1 എടുക്കുക. ഒരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് എടുക്കുക. t മൈനസ് ഐ എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെന്റിൽ നിന്ന് 1 പോകും. അപ്പോൾ 0 0 ഇവിടെ വരും. ഓഫ് ഡയഗണൽ എലമെന്റ് അതുപോലെ തന്നെ. t മൈനസ് ഐ റേസ് ടു n മൈനസ് 1. n ഒരു 2 കൺസിഡർ ചെയ്യുക. അപ്പോൾ t മൈനസ് ഐ റേസ് ടു n മൈനസ് 1 എന്ന് പറയുന്ന ഈ മെട്രിക്സ് തന്നെ. അത് ഈക്വൽ ടു 0 ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ ബിയും തെറ്റാണ്. പിന്നെ ഉള്ളതോ t മൈനസ് ഐ റേസ് ടു n ഈക്വൽ ടു 0. t കൺസിഡർ ചെയ്തു. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. 1 2 3 0 1 4 0 0 1. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഈഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എൻട്രീസ് ആണ്. അപ്പോൾ 1 മാത്രമേ ഈഗൻ വാല്യൂ ഉള്ളൂ. അപ്പോൾ t ഇങ്ങനെ കൺസിഡർ ചെയ്യാം. t മൈനസ് ഐ എന്തുവരും? ഡയഗണൽ എലമെന്റ്സ് 0 ആയി പോകും. 1 മൈനസ് 1 1 മൈനസ് 1 1 മൈനസ് 1. t മൈനസ് ഐ ചെയ്യുമ്പോൾ ഒരു സ്ട്രിക്ട്ലി അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് കിട്ടുന്നത് അല്ലേ? ഡയഗണൽ എലമെന്റ്സും 0 ആണ്. സ്ട്രിക്ട്ലി അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ മെട്രിക്സ് എന്ന് പറയുന്നത് നിൽപൊട്ടന്റ് മെട്രിക്സ് ആണ്. സ്ട്രിക്ട്ലി അപ്പർ ട്രയാങ്കുലർ മെട്രിക്സസ് ആർ നിൽപൊട്ടന്റ് മെട്രിക്സ്. നിൽപൊട്ടന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറയുന്ന മെട്രിക്സ് നിൽപൊട്ടന്റ് ആവണമെങ്കിൽ എ റേസ് ടു കെ ഈക്വൽ ടു 0 ആയിരിക്കും. അത് എ എന്ന് പറയുന്നത് നിൽപൊട്ടന്റ് ആണെങ്കിൽ എ റേസ് ടു കെ ഈക്വൽ ടു 0 ആയിരിക്കും. എ റേസ് ടു കെ മൈനസ് 1 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഒരു പർട്ടിക്കുലർ വാല്യൂ കഴിഞ്ഞിട്ട് അവിടെ മുതലെല്ലാം എയുടെ പവർ എടുക്കുമ്പോൾ 0 ആയിട്ട് വരും. അപ്പോൾ ഇവിടെ t മൈനസ് ഐ എന്ന് പറയുന്ന ഒരു നിൽപൊട്ടന്റ് ആണ്. അതായത് t മൈനസ് ഐ റേസ് ടു എന്നും 0 ആയിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പവറും 0 ആയി പോകും. t മൈനസ് ഐ റേസ് ടു n പ്ലസ് 1 ഈക്വൽ ടു 0. എ എന്ന് പറയുന്ന മെട്രിക്സ് എ പവർ n ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു 0 മെട്രിക്സ് അല്ലേ? അപ്പോൾ 0 മെട്രിക്സ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഏത് പവർ എടുത്താലും എന്തായി പോകും? 0 ആയി പോകും. ഒരു പർട്ടിക്കുലർ പവർ എത്തുമ്പോൾ ആ മെട്രിക്സ് പിന്നെ 0 ആയിട്ട് പോകുന്നതിനെയാണ് നിൽപൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സിയും ഡിയും.